ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ലഹരി വിഷയത്തിൽ മദ്രസ വിദ്യാഭ്യാസ രീതിയെ വിമർശിച്ച് KT ജലീൽ. ലഹരി മരുന്നുമായി പിടിയിലാകുന്നവരിൽ അധികവും മദ്രസയിൽ പോയി പഠിച്ചിട്ടുള്ളവരാണ്. പണത്തോടുള്ള അമിതമായ മോഹമാണ് ഇതിന് പ്രധാന കാരണം. മദ്രസയിൽ പോയി ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ച് പഠിച്ചവർ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കണമെന്നും KT ജലീൽ കോഴിക്കോട് പ്രതികരിച്ചു. കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവര് വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ഒപ്പം ചേരുന്നു. അരുൺ, ഇത് ഏത് വേദിയിലാണ് KT ജലീലിൻ്റെ ഈ വിമർശനമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ധാർമ്മിക മൂല്യം എന്നൊരു വാക്കുകൂടി ചേർക്കുന്നത് കൊണ്ട് തല്ലിത്തലോടുന്നു എന്ന് വേണമെങ്കിലും പറയാം. കൃഷ്ണ, തീർച്ചയായും അത് മലപ്പുറത്ത് ഒരു ഇഫ്താർ സംഗമത്തിലാണ് അദ്ദേഹം ഈ ഒരു കൃത്യമായ ഒരു നിലപാട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ചർച്ചയാകുന്ന ഈ ലഹരി കടത്ത്, അതോടൊപ്പം തന്നെ ലഹരിയുടെ ഉപയോഗം, അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നു. ഓരോ ദിനവും നിരവധി ലഹരി കേസുകൾ പിടിക്കുന്നു. അതിലേറ്റവും കൂടുതൽ പിടിക്കപ്പെടുന്നത് ഇത്തരത്തിൽ മദ്രസയിൽ പോയിട്ടുള്ള വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ മദ്രസയിൽ പോയിട്ടുള്ളവരാണ് എന്നുള്ള ഏറ്റവും ഗുരുതരമായുള്ള ഒരു വിമർശനമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ഇതിനുള്ള കാരണം? ആ കാരണം തിരിച്ചറിയാൻ എന്തുകൊണ്ട് നമ്മൾ വൈകുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പണത്തോടുള്ള അമിതമായ മോഹം, ആർത്തി, ഇത് തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മദ്രസയിൽ പോയാൽ അത് ധാർമ്മിക മൂല്യങ്ങൾ പഠിക്കാനാണ് വിദ്യാർത്ഥികളെ, കുഞ്ഞുങ്ങളെ നമ്മൾ മദ്രസയിലേക്ക് അയക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ മദ്രസയിൽ പോയി പഠനം പൂർത്തിയാക്കുന്നവർ ഈ ധാർമ്മിക മൂല്യം എന്തുകൊണ്ടാണ് മറക്കുന്നത്? ആ പഠന രീതിയിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്താണ്? ആ വിദ്യാഭ്യാസം നേരായ രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സംശയം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ഒരു സംഭവങ്ങൾ ഈ തുടർക്കഥയാകുമ്പോഴും ഇത് തടയാനുള്ള രീതികളെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ രീതിയിൽ ഉണ്ടാകേണ്ട, കാലോചിതമായി ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായി പറയുകയാണ്. മറ്റ് മതസമൂഹങ്ങളെ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. പക്ഷേ മറ്റു സമുദായങ്ങളിലുള്ള കുട്ടികൾ കാണിക്കുന്ന ആ ഒരു വിനയം, അതോടൊപ്പം തന്നെ അധ്യാപകരോടുള്ള പെരുമാറ്റം, അതോടൊപ്പം തന്നെ ഇത്തരം കേസുകളിലൊക്കെ തന്നെ അകപ്പെടാതെ പോകുന്നതിനുള്ള കാരണം കൂടി പറയണം. ധാർമ്മിക മൂല്യങ്ങളെ പറ്റി കൃത്യമായി ചെറുപ്പത്തിൽ തന്നെ കൃത്യമായി വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു നൽകുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്? അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ചിന്ത എല്ലാവരും ഉണ്ടാകണം. മുസ്ലിം സമൂഹം ഒന്നാകെ ഇതിന് എതിരെ പോരാടണം. എല്ലാവരും കൃത്യമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി തന്നെ പഠിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അല്ലാത്ത പക്ഷം വലിയ രീതിയിലുള്ള ദൂരവ്യാപകമായുള്ള ഒരു പ്രത്യാഘാതം നമുക്ക് നേരിടേണ്ടി വരുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായും ശശികല ടീച്ചർ സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും സമൂഹത്തെ അടിമുടി തന്നെ ഈ ഒരു വിഷയം ബാധിച്ചിരിക്കുന്നു. ഒരുപാട് കുടുംബങ്ങളെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ഈ ലഹരിയുടെ ഈ കടന്നുകയറ്റം പോകുന്നു. വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, അങ്ങനെ എല്ലായിടങ്ങളും ലഹരി കൊണ്ട് നിറയുന്നു. സർക്കാർ സംവിധാനങ്ങൾ ഒന്നാകെ നിഷ്ക്രിയമാകുന്ന ഒരവസ്ഥയിലേക്ക്, ഇതെങ്ങനെ നേരിടണമെന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ വരുന്ന വാർത്തകൾ ഏറെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ കേസുകൾ ഉണ്ടാകുമ്പോൾ അതിന് കാരണക്കാരാകുന്ന ആളുകൾ, അവരുടെ പശ്ചാത്തലങ്ങൾ, അതായത് കൃത്യമായി തന്നെ മതപഠനം നടത്തുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഈ ലഹരി കടത്തിലേക്ക് പോകുന്നു? അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ഈ സ്വർണം കൊണ്ടുവരുന്നു. ഇതൊക്കെ തന്നെ പണത്തിനോടുള്ള ആർത്തിയാണ്, അമിതമായ മോഹമാണ് ഇതിനൊക്കെ തന്നെ കാരണം. എന്തുകൊണ്ടാണ് നല്ല രീതിയിലേക്ക്, ശരിയായ ദിശയിലേക്ക് ധാർമ്മിക ബോധം
ബോധത്തോടെ ഇവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സമൂഹത്തിന് ആകാത്തത് എന്നുള്ള ഒരു ചോദ്യം കൂടിയാണ് അവർ പറയുന്നത്. തീരെ ചെറുപ്പത്തിൽ തന്നെ മതപഠനം കൃത്യമായി തന്നെ പറഞ്ഞു നൽകുന്നു. മതത്തിൽ തെറ്റുകൾ ശരികൾ അവരുടേതായ ജീവിത രീതികൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ കൃത്യമായി തന്നെ പറഞ്ഞു നൽകുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂല്യച്യുതി ഉണ്ടാകുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. എന്തായാലും മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെതിരെ കൃത്യമായ ഒരു വിമർശനം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കൂട്ടായ ഒരു ചിന്തയുണ്ടാകണം, കൂട്ടായ ഒരു പ്രയത്നം ഉണ്ടാകണം, ഇതിനെതിരെ കൃത്യമായുള്ള ഒരു പോരാട്ടം ഉണ്ടാകണമെന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ട് പോകുന്നു. നേരത്തെ ശശികല ടീച്ചർ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കുറ്റസമ്മതമായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം അത്തരം ഒരു വലിയ ദുരന്തത്തിലേക്ക്, ഒരു സാമൂഹ്യ ദുരന്തത്തിലേക്ക് കേരളം നടന്നു നീങ്ങുകയാണ്. അത്തരത്തിലേക്ക് ലഹരി കേസുകളുടെ എണ്ണം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ജില്ലകളിലും പിടികൂടുന്ന ലഹരി കേസുകൾ തന്നെ നമുക്ക് അത്ര ഭയാനകമായ കണക്കുകളിലേക്ക് എത്തുമ്പോൾ കൂടിയാണ് ഈ ഒരു വിമർശനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷ്ണരാജ്, അരുൺ കൊടുങ്ങൂർ, ഈ ധാർമ്മിക മൂല്യം പഠിച്ചിറങ്ങിയവർ എന്നൊക്കെ പറയുന്നത് ഒരുതരം കുത്താണോ എന്ന് സംശയമുണ്ട്. കാരണം പഠിപ്പിക്കുന്നത് ധാർമ്മിക മൂല്യം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയേ സംഭവിക്കൂ എന്ന ഓർമ്മപ്പെടുത്തൽ. തീർച്ചയായും മദ്രസ വിദ്യാഭ്യാസത്തിനെതിരെ കൃത്യമായ രീതിയിൽ അത് അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള ഒരു വിമർശനം തന്നെയാണ് ഈ KT ജലീൽ ഉന്നയിച്ചിരിക്കുന്നത്. മലപ്പുറത്തെ ഒരു ഇഫ്താർ സംഗമ വേദിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം ഉണ്ടായത്. അദ്ദേഹം കൃത്യമായി ഈ സമൂഹത്തിൽ നടക്കുന്ന വസ്തുതകളെ കൃത്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു ദീർഘമായ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഭാഗമാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചത്. അതിൽ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നു, ഈ ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വിടുന്നു. ആ നല്ല രീതിയിലേക്ക്, നേരായ രീതിയിലേക്ക്, ശരിയായ ദിശയിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് ഓരോ മാതാപിതാക്കളും കുട്ടികളെ മദ്രസ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയക്കുന്നത്. ഈ മദ്രസ വിദ്യാഭ്യാസം കഴിഞ്ഞ കുട്ടികൾ തന്നെയാണ് ഈ ലഹരി കടത്തുമായി ഏറ്റവും കൂടുതൽ പിടിയിലാകുന്നത് എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വസ്തുത നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് അദ്ദേഹം ഈ പ്രസംഗത്തിലൂടെ പറഞ്ഞത്. അതിന്റെ രണ്ടാമത്തെ ഭാഗമായി അദ്ദേഹം വീണ്ടും പറയുന്നു, ഈ മദ്രസ വിദ്യാഭ്യാസത്തിൽ ഇത്തരത്തിൽ ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് കൃത്യമായി തന്നെ പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് ഇവർ ഈ തെറ്റായ ദിശയിലേക്ക് പോകുന്നത്, ഇത്തരത്തിലുള്ള തെറ്റായ മാർഗത്തിലേക്ക് പോകുന്നത്, അതിന്റെ കാരണം എന്ത് എന്ന് കൃത്യമായി തന്നെ കണ്ടെത്തണം. സമൂഹം ഒന്നാകെ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്ന്, മുസ്ലിം സമൂഹം ഒന്നാകെ കൂട്ടായി ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായി തന്നെയുള്ള വിമർശനം തന്നെയാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും ഈ ഒരു വിഷയം സജീവ ചർച്ചയായിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റു രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ KT ജലീലിന്റെ ഈ പ്രസംഗം എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് എടുത്തു പറയേണ്ടത്. കൃഷ്ണരാജ്.